എന്താ എന്താ അപ്പച്ചി? അമ്മ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ അമ്മയുടെ നടു വെട്ടി പിടിച്ചു. അതിന് തിരുമണം. നീ ചെന്ന് തിരുമണം. ഞാനോ? പിന്നല്ലാതെ ആരാ? നീയല്ലേ ഇവിടുത്തെ തിരുമൽ വിദഗ്ധ. ചെല്ല് ചെന്ന് തിരുമ. അതെ, വേഗം ചെല്ല്. പൊന്നു മോനെ അബിക്കുട്ട, ഇനി കിടക്കുമ്പോ കുറ്റിയിട്ട് കിടക്കണേ. അപ്പച്ചിയുടെ നടുവിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയി. പോട്ടെ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ, എന്റെ നടു ഇനി ആര് തിരുമ്മി തരുമോ? ചേട്ടാ, എന്താടാ പാതിരാത്രി ഇന്ന് പല്ലിളിക്കുന്നു? നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഉറക്കം വരാനുള്ള എക്സസൈസ് ചെയ്യുക. എന്താ കൂടുന്നോ? അയ്യോ ഏട്ടാ, എന്താടാ? ഇതെവിടാ? ഭൂമിയിലോ ആകാശത്തോ? എന്താ ഏട്ടാ ഇത്ര വലിയ ആലോചന? ഒന്ന് ശൂന്യാകാശം വരെ പോകുന്ന കാര്യം. എന്തേ? ശൂന്യാകാശത്തോ? ഈശ്വര, എന്താടാ? അപ്പൊ ശരിക്കും മേലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഏട്ടാ, എന്റെ പൊന്നേട്ടാ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നിനക്കെന്താ ഭ്രാന്തായോ? മറ്റാരേക്കാളും ഇക്കാര്യത്തിൽ ഏട്ടനെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. കാരണം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാളാ ഞാൻ. ഏട്ടൻ കൃത്യസമയത്ത് അന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ
ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അന്നെന്നെ ശാസിച്ചും ശിക്ഷിച്ചും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന അബേട്ടൻ തന്നെ. വേണ്ട ബേട്ട, വേണ്ട. അബേട്ടനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. അപ്പൊ അപ്പച്ചി പറയുന്നത് ശരിയല്ലേ? എന്ത്? പൊട്ടുമൂത്ത് ഈയിടെയായി നിനക്ക് കുറച്ച് വട്ടും തുടങ്ങിയെന്ന്. അബേട്ടാ, പിന്നെ ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ പിച്ചുമേ പറയോടാ? എന്റെ ബോധത്തിന് ഒരു കുഴപ്പമില്ല. അബേട്ടനെ ബോധക്കെട്ട് കാണിക്കുന്നത്. ഞാൻ എന്ത് കാണിച്ചു എന്നാ? പിന്നെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനാണോ? പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെ സധൈര്യം നേരിടുമ്പോഴാ നമ്മൾ ജീവിതം അച്ചീവ് ചെയ്യുന്നത്. ഏട്ടനറിയോ, അന്ന് പാറമടയിൽ നിന്ന് ചാടാൻ പോയ സമയത്ത് ഞാനും സപ്തതിയും കൂടി ലോകത്തുള്ള എല്ലാത്തരം ആത്മഹത്യകളെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. എല്ലാം വേദനാജനകമേട്ടാ. അതുകൊണ്ടല്ലേ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചവര് പിന്നീട് വീണ്ടും ഒരിക്കൽ അതിന് ശ്രമിക്കില്ല എന്ന് പറയുന്നത്. വേണ്ട ഏട്ടാ, വേണ്ട. എന്റെ പൊന്നേട്ടൻ ആത്മഹത്യ ചെയ്യണ്ട. എന്തു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് പരിഹാരം ഉണ്ടാക്കാം. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. കടക്കട പുറത്ത്. അബേട്ടാ, നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ കഴുത്തിൽ പിടിച്ചാൽ തള്ളും. ഇറങ്ങടാ, ഇറങ്ങാൻ. അപ്പോ അബേട്ടൻ ആത്മഹത്യ മാങ്ങാത്തൊലി. ഇനി ഇതും പറഞ്ഞുകൊണ്ടാണ് നീ വീട്ടിലെങ്ങാനും ഭൂകമ്പം ഉണ്ടാക്കിയ നിന്റെ മുട്ടയിലെ ഞാൻ തല്ലി പിടിക്കും. ഞാൻ പോകല്ലേ? പോടാ. അയ്യോ, ചേരുന്നു ഞാനോ തനിയേ. എന്താ പറ്റിയത്? എന്തു പറ്റാൻ? എനിക്ക് വല്ലതും പറ്റിക്കാണാൻ നിനക്ക് നല്ല ആഗ്രഹമാണെന്ന് എനിക്കറിയാം. അതെ, അത് സത്യം. എങ്ങനെ മനസ്സിലായി? ചുമ്മാ പേടിപ്പിക്കാതെ പോ പെണ്ണുമ്പിള്ളെ. നിങ്ങളുടെ നാത്തു വന്ന് പറഞ്ഞു നിങ്ങളുടെ നടുവിന് എന്തോ പറ്റി, തിരുമണോന്ന്. അമ്പടി നാത്തൂനെ, വഞ്ചകി. എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയല്ലേ? എന്നാ തിരുമട്ടെ? വേണ്ട, എന്റെ നടുവിന് യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് സൗദാമിനെ അപ്പച്ചി പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. അമ്മയുടെ നടുവിന് വിലക്കം വീണു, വേഗം ഓടി വരാനാണല്ലോ. അതെ, എന്റെ നടുവിന്റെ കാര്യമല്ല. ചിലപ്പം നിന്റെ അമ്മയുടെ നടുവിന്റെ കാര്യമായിരിക്കും. പോയി ചോദിക്കും. ഈ നാത്തൂനിത് എന്തൊക്കെ കുരുക്ക ഒപ്പിച്ച് വെക്കുന്നത്? എന്നാ ചെയ്യുന്നതിന് മുൻപ് എന്നോടൊന്ന് പറയണ്ടായിരുന്നോ? ഇന്നിങ്ങ് പറട്ടെ, ശരിയാക്കി കൊടുക്കാം. എന്നാ പിന്നെ കിടക്കല്ലേ? അമ്മേ, നീ എന്താടി ഭൂമറാങ്ങോ? പോയ പോലെ തന്നെ തിരിച്ചു വരാൻ. അയ്യോടാ, ഇത് കൊള്ളാലോ. അത് അമ്മ, അഭേട്ടൻ പറഞ്ഞു അമ്മയും അച്ഛനൊക്കെ വന്നതല്ലേ, ഞാനും കൂടി ഇന്നൊരു ദിവസം ഇവിടെ നിങ്ങളുടെ കൂടെ കിടന്നോളാൻ. നീ അവനെ നിർബന്ധിച്ച് കാണുമല്ലേ? ഏയ്, എന്റെ മനസ്സറിഞ്ഞ് അഭേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞതാ. അതേതായാലും നന്നായി. നീ വാ മോളെ, നമുക്കിവിടെ കഥയൊക്കെ പറഞ്ഞു കൂടാം. അപ്പൊ അച്ഛനും മക്കളും കൂടി ഉറങ്ങാനുള്ള ഒരു പരിപാടിയും ഇല്ലേ? എന്നും ഉറക്കം തന്നെയല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടടി, അല്ലേ മക്കളെ? അല്ല,
ഈ കാട്ടില് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് എങ്ങനെ? ആ ഒരുമയുണ്ടേ ഒലക്കപ്പുറത്തും കിടക്കാം. ഒലക്കപ്പുറത്ത് കിടക്കാം, പക്ഷെ ഈ കട്ടില് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി താഴെ വിരിച്ചു കിടന്നാലോ? അത് ഐഡിയ. ആ എന്നാതാ പിരിച്ചു കഴിഞ്ഞു. അത് കലക്കി. ബാ തലനും കൂടെ എടുത്തു. ആമേ വാ മക്കളെ. പോത്തുപോലെ വളർന്ന പെമ്പിള്ളേരാ, ഓരോരോ പൂതി. എത്ര വളർന്നാലും എന്റെ പെൺമക്കൾ എനിക്ക് ബാക്കി ഞങ്ങള് പറയാം. എന്റെ പെൺമക്കൾ എനിക്ക് പൊന്മക്കളാ. അല്ലേ അച്ഛാ? ആ എന്റെ മക്കള് വാ. ആ നല്ല അച്ഛനും മക്കളും. ദേ ഡയലോഗ് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാതെ വന്ന് കിടക്കന്റെ പാറുകുട്ടി. അച്ഛാ, എന്താ മക്കളെ? അച്ഛനെ പഴയ കഥ ഒന്ന് പറഞ്ഞുതരുമോ? അയ്യേ, ചുമ്മാ കിടന്ന് പിള്ളേര് കളിക്കാതെ കിടന്നുറങ്ങി വേണം ഇങ്ങോട്ട്. അവക്ക് കഥ കേൾക്കാൻ പറ്റാൻ. ഏത് കഥയാ എന്റെ മക്കൾക്ക് വേണ്ടത്? അത് പിന്നെ അപ്പൂപ്പനും അമ്മമ്മയും കൂടി മൂങ്ങയെ വളർത്തിയ പഴയ കഥ. അതെ അതെ, ആ കഥ തന്നെ എനിക്കും വേണ്ടത്. എന്റെ ഈശ്വര, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് പോടി. അതെ മക്കളെ, അച്ഛൻ കഥ പറയാം കേട്ടോ. ആ പണ്ടൊരിക്കൽ ഒരിടത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്നു. അവന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഒരു കഥ കാണിച്ചേരടാ നിന്നെ. ഇന്ന് ചേച്ചിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. കാട്ടിത്തരാടി നിന്റെ അനന്തശയനം.
ചേച്ചി ചേച്ചി എന്താ മോളെ ഇവിടെയൊക്കെ വെള്ളം. ശരിയാണല്ലോ. അമ്മ ഇവിടെ എല്ലാം വെള്ളം. അയ്യോ ഇതെവിടുന്ന് ഈ വെള്ളം വരുന്നേ? എതിയേട്ടാ അച്ഛനെ വിളിച്ചേൽപ്പിക്കണേ. എതിയേട്ടാ എണീക്ക്. വെള്ളം അച്ഛാ. എണീക്ക് എണീക്ക്. അമ്മ പതുക്കെ. ഇതെങ്ങനെ വെള്ളം? ഞാൻ നോക്കട്ടെ. ഈ വിരിപ്പൊക്കെ എടുത്ത് മാറ്റ്. ഈ പൈപ്പ് ആരാ അടയ്ക്കാൻ? ഞാൻ എന്താ മക്കളെ എന്തു പറ്റിയതാ? ബാത്റൂമിലെ പൈപ്പ് അടയ്ക്കാൻ മറന്നതാ. അയ്യോ അതാരേതു? എന്നോടാ ചോദിക്കുന്നത്? നീ തന്നെയായിരിക്കും, വേറെ ആരാ? ഞാനാ. ഈയിടെയായിട്ട് നിനക്ക് ഒരു ശ്രദ്ധയില്ല പറു. അതൊന്നും സാരമില്ല, പറ്റിപ്പോയില്ലേ, ഇനി ശ്രദ്ധിച്ചാ മതി. അല്ല നമ്മളിനി എവിടെ കിടക്കും? വഴിയുണ്ട്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശർമ്മള മാഡത്തിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ KK ജ്വല്ലറിയിലെ തോമസ്. മനസ്സിലായി. എന്താ തോമസേ? അത് മാഡം, ഇവിടത്തെ അഭിമന്യു സാർ ഒരു ഡയമണ്ട് മോതിരത്തിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് വന്നതാ ഞാൻ. സാറല്ലേ ഇവിടെ? ഉണ്ട്. അകത്ത് വലിയ പണിയില്ല. ആര് വന്നാലും വിളിക്കരുതെന്നാ പറഞ്ഞിരിക്കണേ. അതാ ഞാൻ വിളിച്ചിട്ട് സാറിന് കിട്ടാതിരുന്നത്. അതെങ്കിൽ തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. ശരി മാഡം. അല്ല ഇതിന്റെ ക്യാഷൊക്കെ? അതൊക്കെ അഡ്വാൻസ് പേയ്മെന്റാ മാഡം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മാഡം. ശരി തോമസേ. സാറിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. പറയാം. എന്നാ ശരി. പറയരുത്. എന്ത്? നാത്തൂൻ ഈ മോതിരം വാങ്ങിച്ചത് പറയാതെ പിന്നെ? ഇതാ ഞാൻ പറഞ്ഞത്, നാത്തൂന് വിവരമില്ലെന്ന്. എന്റെ നാത്തൂന് ഇത് അവൻ വാങ്ങിച്ചതാ. ആയിക്കോട്ടെ, പക്ഷേ ഞാനിത് അവനോട് പറയാതിരുന്ന നാളെ അവനത് അറിയില്ലേ? അപ്പോ ഞാൻ കള്ളിയാവില്ലേ? നാത്തൂൻ എന്നെ കൊടുക്കാൻ പദ്ധതി ഇടുവാ. ഒയ്യോ, സത്യദോഷം പറയല്ലേ നാത്തൂന്. എന്റെ ധാരാവി ഹനുമാൻ സ്വാമിയാണേ. ഞാൻ മനസ്സ വാച കർമ്മണ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യ. നാത്തൂനെ കുടിക്കാൻ ഞാനും കുടുങ്ങില്ലേ? എന്നിട്ടാണോ ഇത്തരം മണ്ടൻ ഐഡിയാസ് പറയുന്നത്? അത് പിന്നെ ഞാനൊരു ആവേശത്തിന്. ആവേശമല്ല നാത്തൂനെ, ഇവിടെ വേണ്ടത് അതിബുദ്ധിയാ. മനസ്സിലായില്ല?
ഇതിന് എത്ര രൂപ വിലമതിക്കുമെന്ന് നാത്തും പറ. ഒരു 50,000. അല്ല 1,00,000. നാത്തുൻ ജീവിക്കുന്നത് ഏത് യുഗത്തിലാ? എന്റെ നാത്തൂനെ ഇത് 1 ഡയമണ്ടാ, പോരാത്തതിന് പ്ലാറ്റിനം. കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വരും. 5 ലക്ഷം? പൂക്കാരിപ്പാറിന്റെ മോൾക്ക് 5 ലക്ഷം രൂപയുടെ സമ്മാനം. ഇതെന്തോന്ന് നാത്തൂനെ, ഉട്ടോപ്പിയോ? ഉട്ടോപ്പിയല്ല, ഉഗാണ്ട. വെളിച്ചം കിടക്കാത്ത ആഫ്രിക്കൻ കൊടുങ്കാട്. അതായിപ്പം ആബിയുടെ മനസ്സ്. അവളവനെ കള്ളസ്നേഹം കാണിച്ച് കണ്ണു മൂടിക്കൊണ്ട് നടക്കുക. ഇതും ഇതിനപ്പുറവും അവനിപ്പോ അവൾക്ക് വേണ്ടി ചെയ്യും. അപ്പം ഈ മോതിരം നാത്തൂൻ അവക്ക് കൊടുക്കാൻ പോവാ? കാണാൻ പോകുന്ന പൂരം കേട്ടറിയണ്ട, നാത്തും കണ്ടറിഞ്ഞോ? അതല്ലേ സുഖം. അത്രയ്ക്ക് സുഖേ എനിക്ക് വേണ്ട. എന്താ പരിപാടി നാത്തൂനൊന്ന് പറഞ്ഞേ, എനിക്കിവിടെ ഒന്ന് പ്രിപ്പയർ ആവാലോ. ഈ മോതിരം അവള് നോക്കി നിൽക്കേ അഭിയുടെ അനുവാദത്തോടെ എന്റെ ഈ വിരലിൽ ഞാൻ അണിയും. അതെങ്ങനെ? അതൊക്കെ നാത്തും കണ്ടോ? പിടി, വാ. അയ്യോ, എത്ര മനോഹരമായിരിക്കുന്ന നാത്തൂനെ ഈ വജ്രമോതിരം. ഇത് അണിയാനുള്ള യോഗം ഏത് ഭാഗ്യവതിക്കാ. അത് പിന്നെ അമ്മേ, ഞാൻ ഓർഡർ ചെയ്താ. ആ പറഞ്ഞു, തോമസ് പറഞ്ഞു. ആർക്കാ മോനെ ഇത്? അത് പിന്നെ സംയുക്തയ്ക്കാണല്ലേ? ആ, ഇതിന് ഏകദേശം എത്ര ലക്ഷം വില വരും മോനെ? ഒരു 5-5.5. അതെന്താ കൃത്യമായിട്ട് കണക്കില്ലേ? അല്ല, 5-20. കാശ് നാത്തും കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു വേണ്ട, നീ അടച്ചെന്ന്. എന്നാ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? അവളെ വിളിക്ക്, എന്നിട്ട് നീ തന്നെ അങ്ങ് കൊടുക്ക. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് എത്തിയല്ലോ ആ ഭാഗ്യവതി. വാ വാ, ദാ നോക്ക്, അഭിമോ നിനക്ക് വേണ്ടി എന്താ വാങ്ങിച്ചതെന്ന്. വാങ്ങിച്ച സംയുക്തെ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് അഭി പറഞ്ഞു.
ആകെ കൂടി ഒരു പന്തികേട്. പന്നി കേടൊന്നും ഇതുവരെ ഇല്ലടാ. ഇനി നീയായിട്ട് ഉണ്ടാക്കാണ്ടിരുന്നാ മതി. അതെ, ഇവിടെ സന്തോഷമുള്ളൊരു കാര്യം നടക്കുക. ദാ നോക്ക്, 5.5 ലക്ഷം രൂപ വില വരുന്ന വജ്രമോതിര ആ സംയുക്തയുടെ കയ്യിലിരിക്കുന്നത്. അഭിയവക്ക് വാങ്ങിച്ചു കൊടുത്തതാ. കണ്ടു പഠിക്കടാ. ചുമ്മാ ഭർത്താവാന്ന് പറഞ്ഞിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. പ്രേമോ സ്നേഹോ എന്നൊക്കെ പറയുന്നതേ ചുമ്മാ ഒലിപ്പീരല്ലടാ. ഇടയ്ക്ക് ഇങ്ങനെ വല്ല ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. അല്ലേ സപ്തതി? അപ്പച്ചി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഒന്നും പണമൊന്നും അല്ല സ്നേഹം. ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സ്നേഹം ഇവന്റെ. ഏട്ടാ, എവിടെ മോതിരം നോക്കട്ടെ. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. ദാമേ നോക്ക്, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നോക്കിയിട്ട് കൊള്ളാം, ഗംഭീരം. എന്നാ പിന്നെ വൈകിക്കണ്ട. അഭിമോൻ തന്നെ ഈ മോതിരം സംയുക്തയുടെ വിരലിലിട്ട് കൊടുക്കട്ടെ. അതെ അതെ, വേഗാവട്ടെ. ഏട്ടാ, ഇട്ട് കൊടുക്ക. ചെല്ല്. ആ കൈ അങ്ങോട്ട് നീട്ടി കൊടുക്ക സംയുക്തേ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് ഇട്ട് കൊടുക്ക ബിയേട്ടാ. നിർത്തോ. എന്താ അമ്മേ? ശരിക്കും നീ കാണിക്കുന്നത് ഒരു നീതികേടല്ലേ മോനെ? സപ്തതി നോക്കി നിൽക്കുമ്പോ സംയുക്തയ്ക്ക് മാത്രമായിട്ടൊരു വജ്രമോതിരം. അവൾക്കതൊരു പ്രയാസമാവില്ലേ മോനെ? ഇത് എവിടുത്തെ ന്യായ നാത്തൂനെ? അവക്ക് മോതിരം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവല്ലേ? അഭിയാണോ? നാത്തും പറഞ്ഞത് ന്യായം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സംയുക്തയും സപ്തതിയും കളപ്പുരയ്ക്കലും മരുമക്കളാ. ഇവര് രണ്ടുപേരും എനിക്കൊരുപോലെയാ. അങ്ങനെ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് മറ്റൊരാൾക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു സമ്മാനം വേണ്ട. അയ്യോ അമ്മേ, എനിക്കൊരു സങ്കടവും ഇല്ല. സങ്കടം ഇല്ലെങ്കിൽ നീ ഒരു പെണ്ണല്ലെന്ന് ഞാൻ പറയും. ഏട്ടത്തിയായാലും അനിയത്തിയായാലും ഇനി എത്ര ചങ്കിപ്പിടിച്ച സ്നേഹമായാലും പൊന്നെന്ന് പറഞ്ഞ പെണ്ണിന് ഭ്രാന്ത. അതിന്റെ പേരിൽ അവൾ ആരെയും വെറുക്കും, ശപിക്കും, കലഹിക്കും.
വേണ്ട, ഈ ഒരു മോതിരത്തിന്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു മനസ്താപം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഒടി ബുദ്ധിരാക്ഷസി. പ്രത്യേകിച്ചും ഈ സ്വത്തും മുതലും ഒക്കെ രേഖപ്രകാരം അഭിമോന്റേതാവുമ്പോ ഹർഷന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സങ്കടവും കോംപ്ലക്സും ഉണ്ടാവരുത്. അമ്മ ഇത് എന്തൊക്കെയായി പറയുന്നത്? സപ്തതിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് അവള് തന്നെ പറയുന്ന അമ്മ കേട്ടില്ലേ? എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തെങ്കിലും ഇല്ലെങ്കിലും അവളുടെ കൂടപ്പുറപ്പനുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവളാ. അതൊക്കെ ശരിയാ. പക്ഷെ ഈ കാര്യത്തിൽ നാത്തും പറഞ്ഞതില് ഒരു യാഥാർത്ഥ്യമില്ലേന്നൊരു സംശയം. എന്താ യതീന്ദ്രന്റെ അഭിപ്രായം? ഇതിലിപ്പോ ഞാനെന്ത് പറയാനാ? ശർമ്മള പറയുന്ന പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. സപ്തതിയും സംയുക്തയും ഞങ്ങൾക്കൊരുപോലെയാ, അല്ലേ പാറു? എന്തായാലും ഒരു മോതിരം രണ്ടായിട്ട് കണ്ടിച്ച് രണ്ടുപേരുടെ കയ്യിലിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഈ മോതിരം എന്ത് ചെയ്യും?